ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കർത്താവ് നമുക്കൊരുക്കിയതായ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ വിഷയം എന്ന് പറയുന്നത് ദാരിദ്ര്യം തടയുവാൻ ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളതാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 11-14 വരെയുള്ള വാക്യം ഇപ്രകാരം പറയുന്നു: 50-ാം സംവത്സരം നിങ്ങൾക്ക് യോവേൽ സംവത്സരമായിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിളവ് കൊയ്യുകയോ വള്ളിത്തല മുറിക്കാതെ മുന്തിരിവള്ളിയുടെ ഫലം പറിക്കുകയോ ചെയ്യരുത്. കൂട്ടുകാരന് ഏതെങ്കിലും വിതയ്ക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. ലേവ്യ പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഇസ്രായേൽ ജനത്തിന് ദൈവം അവരുടേതായ ജീവിത മാർഗത്തിന് വേണ്ടി ഓരോ കുടുംബത്തിനും വീടിനും കൃഷി സ്ഥലങ്ങൾ ധാരാളമായിട്ട് കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൃഷി ചെയ്ത് അവരുടെ ഉപജീവന മാർഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇസ്രായേൽ ജനത്തിന് അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്രകാരമാണെങ്കിലും അവരിൽ ചിലവർ കടക്കാരായി തീരുകയും അവരുടെ നിലം മറ്റൊരാൾക്ക് കൃഷി ചെയ്യുവാൻ കൊടുക്കുകയും അങ്ങനെ ക്രയവിക്രയമൊക്കെയും ചെയ്യുന്നതായ ഒരു സംവിധാനം അന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിലനിന്നതായിട്ട് നമുക്ക് ലേവ്യ പുസ്തകം 25-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും സുഖമായും ശുഭമായും ദാരിദ്ര്യത്തിൻ്റെതായ അനുഭവത്തിൽ നിന്ന് മാറി അവരുടേതായ ജീവിതത്തെ പച്ചപിടിപ്പിക്കത്തക്ക നിലയിലേക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണം അന്നത്തെ കാലത്ത് അവർ കൃഷിയെ ആശ്രയിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പലരും അവരുടേതായ ആവശ്യങ്ങൾക്ക് പലർക്കും സഹോദരങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെയും ഈ ഭൂമി മറിച്ച് കൊടുക്കുന്നതായിട്ടൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ 6 വർഷം കൃഷി ചെയ്യുകയും 7-ാം വർഷം ആ നിലം അവിടെ വിളവ് ചെയ്യാതെ ഇടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ 6 വർഷത്തെ കൃഷി മുഖാന്തരം 7-ാം വർഷം കിട്ടേണ്ടതും കൂടെ ഈ 6-ാം വർഷം സ്വർഗത്തിലെ ദൈവം അവർക്ക് അധികമായിട്ട് കൊടുത്തതായിട്ട് നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്രകാരം ഭൂമിയൊക്കെയും കൈമാറ്റം ചെയ്തെങ്കിൽ പോലും 7-7-49 അങ്ങനെ 49 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ 50-ാം വർഷത്തിലേക്ക് യോവേൽ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ആരോട് ഭൂമി വാങ്ങിച്ചുവോ ആ സഹോദരന്റെ മക്കൾക്ക് ആ ഭൂമി തിരിച്ചു കൊടുക്കുന്നതായ ഒരു രീതി ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് അവരുടേതായ ആ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ നിന്നും അവരെ വിടുവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു നിയമം അവർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 50-ാം വർഷത്തിന് ഒരു പ്രത്യേകത ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പാപപരിഹാര ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ സകല ജനവും വന്ന് കൂടുകയും തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതായ ഒരു അനുഭവത്തെ അവിടെ കാണുവാനായിട്ട് അന്ന് ആത്മതപനം ജനമൊക്കെയും ചെയ്യുകയും മഹാപുരോഹിതൻ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതായിട്ടൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ എപ്പോഴും നാം സന്തോഷത്തോടും കൂടെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമക്കളുടെ ഇടയിൽ നിന്ന് ഈ ദാരിദ്ര്യം മാറുവാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവിടെ അബ്രഹാം, ഇയ്യോബ് ഒക്കെയും പ്രിയപ്പെട്ടവര് ബഹുസമ്പന്നന്മാരായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചു. കർത്താവിന്റെ വാക്കുകൾ കേട്ടനുസരിച്ച് തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാം യാത്ര ചെയ്തു. തന്റെ അപ്പന്റെ സ്വത്തുക്കളിൽ നിന്ന് ഷെയറോ മറ്റു കാര്യങ്ങളോ ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടല്ല ഇറങ്ങി പുറപ്പെട്ടത്. വിശ്വാസത്താൽ തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുവാൻ കർത്താവ് കാണിക്കാൻ ഇരിക്കുന്നതായ ആ നാട്ടിലേക്ക് വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചതായ വ്യക്തിയാണ് അബ്രഹാം. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. എന്നാൽ അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നുവെന്ന് നാം അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആടുമാടുകളും കഴുതകളും ഒക്കെയും അധികമായി വർദ്ധിച്ചു. തൻ്റെ സഹോദരനായ ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അവർ ബഹുസമ്പന്നന്മാരായി തീർന്നപ്പോൾ അവരുടെ ജോലി നോക്കുന്നവർ തമ്മിൽ പരസ്പരം കലഹമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് അവർ 2 ദേശങ്ങളിലേക്ക്
പോകുവാൻ തീരുമാനിച്ചു. നീ കിഴക്കോട്ട് പോകുന്നെങ്കിൽ ഞാൻ പടിഞ്ഞാട്ട് പോകും എന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് ലോത്ത് കിഴക്കോട്ടുള്ള ദേശം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ സമ്പൽ സമൃദ്ധിയുടേതായ അനുഭവം കണ്ട് തന്റെ ആടുമാടുകളെയൊക്കെ മേയിക്കുവാൻ നല്ല പച്ചപ്പുള്ള സ്ഥലം, നല്ല വെള്ളമുള്ള സ്ഥലം, അപ്പോൾ നദികളുള്ള സ്ഥലങ്ങളൊക്കെയും തിരഞ്ഞെടുത്ത് ലോത്ത് അങ്ങോട്ട് പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വിളി കേട്ട് ഇന്ന് നാം ആത്മീയാർത്ഥം ചിന്തിക്കുമ്പോൾ നാം ദാരിദ്ര്യന്റെ അനുഭവത്തിലൂടെ ദൈവത്തെ സേവിക്കാൻ കഴിയുമ്പോൾ അത് വിശ്വസ്തയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ തീർച്ചയായും അബ്രഹാമിനെ പോലെയും ഇയ്യോബിനെ പോലെയും സ്വർഗത്തിലെ ദൈവം നമ്മെ ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല എന്ന ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വായ്പ വാങ്ങുന്നവരല്ല കൊടുക്കുന്നവരായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നാം എന്തെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുന്നെങ്കിൽ അതൊക്കെയും തിരിച്ചു കൊടുക്കുന്നതായ ഒരു നല്ല അനുഭവമാണ് 7-ാം വർഷത്തിലോ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിലനിന്നായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം ഒരു വ്യക്തിയോട് കടപ്പെട്ടിരിക്കുന്നോ അതെല്ലാം മടക്കി കൊടുക്കുന്ന നിലമാണെങ്കിൽ, അല്ലെ കൃഷിയോടുള്ള ബന്ധത്തിലാണെങ്കിൽ, അല്ലെ സാമ്പത്തിക ഇടപാടുകളിലാണെങ്കിൽ എല്ലാം അത് മടക്കി കൊടുക്കുന്നതായ ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ സഹോദരന്മാരാരെങ്കിലും തീർത്തും ദരിദ്രവാനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനായി നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ അവന് വേണ്ടുന്നതായ സഹകരണങ്ങൾ നാം ചെയ്തു കൊടുക്കേണ്ടത് വലിയൊരു ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം എന്നെയും നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവം നമ്മെ അധികമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ നാം നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നാം ഒന്നിച്ച് ആരാധിക്കുന്നവരുടെ മധ്യത്തില്, അല്ലെ നമ്മുടെ അയൽവാസികളുടെ ഇടയിൽ വലിയ കഷ്ടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങൽ കൊടുക്കണമെന്ന് ദൈവത്തിന് നമ്മെ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് ഈ യോവേൽ വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സ്വർഗത്തിലെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം തന്നതായ നന്മയിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നാം കൊടുക്കുന്നവരായി തീർന്നുകൊണ്ട്, അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നുകൊണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശ്വസ്തയോടുകൂടെ ദശാംശത്തെയൊക്കെയും കൊടുത്തുകൊണ്ട് ദൈവസന്നിധി നമ്മളായിരിക്കുകയും അതുപോലെ ദരിദ്രന്മാരെയും എളിയവരെയും വേണ്ടുന്നതായ സഹായങ്ങൾ ചെയ്ത് അവരെ സമൂഹത്തിന്റെ മുൻപിൽ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഉള്ള സാഹചര്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ അതിശയകരമായി വഴി നടത്തുമ്പോൾ തീർച്ചയായും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന നമ്മുടെ ശേഷിക്കൊത്തവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ചിനൊത്തവണ്ണം അപ്രകാരം നാം ചെയ്യണം. 2 ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? 1 കൊടുക്കണമെന്ന് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ തീർച്ചയായും ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള നന്മകളെയൊക്കെയും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നവരായി തീർന്നുകൊണ്ട്, അതുകൊണ്ടാണ് അനേക മിഷണറിമാർ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടേതായ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും അനേകര് ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, അല്ലെ ഈ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവരുടെ സമ്പത്ത്, അവരുടെ ആരോഗ്യം, അവരുടെ സമയം, അവരുടെ ജീവൻ തന്നെ അവർ ബലി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റി ഇന്ന് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇത്രത്തോളം വളരുവാൻ, സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ മനുഷ്യർ പരസ്പരം സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നുള്ള ആ വലിയൊരു സത്യത്തെ പഠിപ്പിക്കുന്നത് വിശുദ്ധ തിരുവചനത്തിലൂടെയാണ് ലോകം അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അതാരാണെന്നുള്ളതല്ല. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക? ചേർത്ത് പിടിക്കുന്നതായ അനുഭവം, അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നതായ സ്വഭാവം, അവരുമായി ക്രിസ്തുവിലുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നതായ നല്ല അനുഭവം, ഇതൊക്കെയുമാണ് സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നതെന്ന് തിരുവചനം യോവേൽ വർഷത്തെക്കുറിച്ച്, നമ്മൾ 50-ാം സംവത്സരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ തീർച്ചയായും നാം നന്ദിയുള്ളവരായി തീർന്നുകൊണ്ട് നാം അധികം
മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വീണ്ടും അധികം അമർത്തിക്കുരുക്കി വലിയൊരു പങ്ക് നിന്റെ മടിയിൽ തരാമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അപ്പോൾ ആ വാഗ്ദാനത്തിൽ നമ്മൾ പ്രിയമുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പ്രഭാതം മുതൽ നിന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ തീർച്ചയായും ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കൃഷിയിടം എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിലൂടെയൊക്കെയും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ സാധിക്കും. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അപ്രകാരം നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുന്നെങ്കിൽ നിന്റെ ജോലി കാര്യാദികളിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. അപ്പോൾ നിശ്ചയമായും പ്രിയമുള്ളവരെ, ഇന്ന് കേൾപ്പിച്ചതായ ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ തിരുവചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ആശ്രയിക്കാം. അപ്രകാരം ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുന്നതായ ഒരു നല്ല അനുഭവത്തിലേക്ക് ഉയരുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ തിരുവചന ഭാഗത്താൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും ഒരു പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം അടിയങ്ങളുടെ ജീവിതത്തിലെ സ്വർഗത്തിലെ ദൈവം നൽകി തന്നതോർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, അങ്ങ് തന്നതായ സകല നന്മകൾക്കും സ്തോത്രം ചെയ്തുകൊണ്ട് അത് അധികമായി വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം മറ്റനേകർക്കത് വിളമ്പിക്കൊടുക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അടിയങ്ങൾ ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേകര് ജന്മദിനത്തിന്റെ സന്തോഷത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടഭാരത്താൽ, രോഗ ദുഃഖാദികളാൽ, ക്ഷീണത്താൽ, മാനസികമായ പ്രയാസത്താലായിരിക്കുന്നവരൊക്കെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം അയച്ച് അവർക്ക് ആശ്വാസവും വിടുതലും കൊടുത്ത് സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് അടിയങ്ങളെ നിറയ്ക്കണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.